വാസുട്ടിയെ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറയടോ, അല്ലാണ്ട് എന്താ ചെയ്യാ ഞാന്? ആ എന്തേലും പറയുമ്പോ ഈ മുക്കിട്ട് മുഴിയിട്ടും കാര്യമില്ല, അതാണ് പറയണത്. അതെ വാസുട്ടി, നിന്റെ പൈസ ഞാനാണ് എടുത്തത്, അവിടെ അടക്കാനുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. നീ ഇങ്ങനെ വർത്താനം പറയണ്ട. എനിക്ക് പറ്റിയത്, എനിക്ക് 2 ലക്ഷം രൂപ രമേശ് തരാനുണ്ട് നമ്മുടെ ആ ബ്രോക്കർ കച്ചവടത്തിൽ. ഔസേപ്പുട്ടിയാപ്പളുടെ ആ സ്ഥലം വിറ്റത് നിനക്കറിയാലോ. 4 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയതിൽ 2 ലക്ഷം രൂപ അവനും 2 ലക്ഷം രൂപ എനിക്കും. അവൻ അന്നൊരു അത്യാവശ്യം ഉണ്ടായത് അന്ന് റോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ റോൾ ചെയ്തോന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ പൈസ അടക്കാനുള്ളതെന്ന് ഞാൻ അവനോട് വ്യക്തമായിട്ട് പറഞ്ഞാണെന്ന്. ഇപ്പത് അവനെ വിളിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അവന് ഇവിടെ നിന്ന് തന്നെ ഒരു കുറി കിട്ടിയിട്ടുണ്ട്, ആ പൈസ കിട്ടിയാലേ തരാൻ പറ്റുള്ളൂ. എന്താ ചെയ്യണത്? അതെ, നിനക്ക് പല ആൾക്കാരും പൈസ തരണ്ടാവും. നിന്റെ അവസ്ഥ പോലെ അല്ല എൻ്റെ അവസ്ഥ. നീ മറ്റേ വണ്ടി കച്ചവടവും കിണ്ടി കച്ചവടവും പിന്നെ ഭൂമി കച്ചവടമൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയും കമ്മീഷൻ ഇതൊക്കെ ആയിട്ട് നിന്റെ കാര്യങ്ങൾ നടന്നു പോകും. ഞാൻ അവിടെ അങ്ങനെ എൻ്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? അല്ലാതെ അറിയില്ലേ? നീ എന്തൊരു അത് മനുഷ്യനെ കാണാത്ത പോലെ സംസാരിക്കണം. ഞാനത് അടച്ചാൽ തീരൂല, പിന്നെ നീ പറയണത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടാ ചെങ്ങ, ഇത് 1-2 രൂപയല്ലല്ലോ, 1.5 ലക്ഷം രൂപയാണ് എടുത്തത്. അത് പലിശ അടക്കം 2 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇതിന് സമാധാനം പറയണ്ടേ നാളെ? വാസുട്ടി, ഞാൻ അടക്കണ്ടെന്ന് കരുതിയിട്ടല്ലാന്ന്. നിനക്ക് ഇതിന്റെ ഇടയിൽ നോട്ടീസും ബഹളവും ഒക്കെ ആവും ഞാൻ കരുതിയില്ല. ഇവൻ തരുമ്പോ അങ്ങോട്ട് അടച്ച് സെറ്റിൽ ചെയ്യാന്ന് ഞാൻ കരുതിയത്. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് നാളെ 2 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകാനാണ്? ഇത് എത്ര പ്രാവശ്യം ഒച്ചെടുക്കല്ലേ? നീ അവളൊക്കെ അറിഞ്ഞത് ആകെ ഇഷ്യൂ ആവും. ഞാൻ അവനെ വിളിക്കട്ടെ എന്ന്. ആരെ വിളിക്കണ നീ? കുടുംബത്തേന്ന് വെച്ചിട്ട് ഇത് തമിഴന്മാരോട് മേടിക്കാറുന്നല്ലേ ഇതിൽ ഭേദം. ഇത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഇട നിന്നിട്ടേ. ആ എടാ രമേശേ, ആ പൈസയുടെ കാര്യം എന്താ നീ പറയണ? ആ 2 ലക്ഷം രൂപ എന്ത്? എടാ, ഞാൻ വാസുകുട്ടീനെ ജാമ്യം നിർത്തി അവിടുന്ന് ലോൺ എടുത്താന്ന് നിന്നോട് പറഞ്ഞില്ലേ വിശ്വാസിന്ന്. അവനത് അടക്കണോന്നും പറഞ്ഞ് നോട്ടീസും ജപ്തിയും ബഹളവും ഒക്കെ ആയിട്ട് വന്നിട്ട് ആകെ സീനാണ്. അവൻ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കണെന്ന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? നീ കുറിയുടെയും അതൊന്നും എന്നോട് പറയണ്ട. നീ എങ്ങനെയെങ്കിലും വൈകുന്നേരം പൈസ എനിക്ക് ഒപ്പിച്ചതാ. ഇവന്റെ ആ പൈസ എനിക്ക് അടക്കണം. ആ അതൊന്നും പറയണ്ട. നിന്നെ വിശ്വാസമുണ്ട്, എന്നെ വിശ്വാസമുണ്ട്, ഒക്കെ ഉണ്ട്. കൊടുക്കണ്ടത് കൊടുക്കണ്ടേ? ശരിയെന്നാ. എന്താ പറയണേ? അവൻ പറയണ അവന്റെ അടുത്ത് ഒരു നിവർത്തിയില്ല, ഈ കുറിക്കാശ് കിട്ടിയാലേ അവന് തരാൻ പറ്റുള്ളൂ. നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കണം. നീ വേറെ എന്തെങ്കിലും ഒരു വഴി പറയും. വഴി എന്ന് പറഞ്ഞാലേ ഈ ബാങ്കിൽ ചെന്ന് നമുക്കൊരു ഡേറ്റ് നീട്ടി ചോദിച്ചാൽ. ഓ പിന്നെ ബാങ്കിൽ നീ ആണ് ചെന്നിട്ട് ഡേറ്റ് നടണമെന്ന് പറഞ്ഞാൽ ബാങ്ക് നീട്ടി തരല്ലേ? എന്ത് പിന്നെ ചെയ്യണത് പെട്ടെന്ന്? അതെ, ഒരു കാര്യം ചെയ്യും. ജസീറ സ്വർണ്ണം ഉണ്ടല്ലോ, അതെങ്ങനെ കൊണ്ടുപോയിട്ട് പണയം വെക്കും, എന്നിട്ട് ആ പൈസ എടുക്കും. ഇത് കിട്ടുമ്പോ കൊടുത്താൽ മതിയല്ലോ. എനിക്കെന്താ പ്രാന്താണ്? അവളുടെ സ്വർണം മുഴുവൻ കാണാൻ പറയത്തിരിക്കുകയാണ്. കാണാൻ പറയത്ത എല്ലാം ഞാൻ കൊണ്ടുപോയി പണയം വെച്ചേക്കാണെന്ന്. ഇനി പൈസ ഇതിൽ കൂടുതൽ കൊണ്ടുപോയി കൊടുത്താലേ അതൊന്ന് കാണാനെങ്കിലും കിട്ടുള്ളൂ. പലിശ വെച്ചിട്ട് കാലം എത്ര അതിന്റെ ഒക്കെ ഒരു കഷ്ടാണ്. ഞാൻ ഇനി എന്താ വേണ്ടത്? നീ ഒരു സമ്മാനം പറയും. അല്ല എന്താ വേണ്ട പറയും. വേണ്ടെന്ന് പറഞ്ഞാൽ പൈസ അടക്കണം. ആ പൈസ അടക്കണം. അതിനെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, സമാധാനമായിട്ട് നീ കേക്ക്. നമുക്ക് എന്നിട്ട് പരീക്കുട്ടീനോട് കാര്യം പറയാം. റസിയാടെ അടുത്ത് പൈസ ഉണ്ട്, ഒരു 2 രൂപക്കുള്ള എന്തെങ്കിലും പണയം വെക്കാനാ പൈസ എന്തേലും ഒന്ന് സഹായിക്കും. ഇവന് ഈ കുറി കിട്ടിയ കാശ് വരുമ്പോ അങ്ങോട്ട് തരാം. എടാ പോട്ടെ, 2000 ഉറുപ്പ്യാണ് തിരക്കില്ല. ഇത് 2 ലക്ഷം ഉറുപ്പ്യാണ്. ഇത് എന്നിട്ട് പരീക്കുട്ടിയോട് അങ്ങനെ ചോദിക്കണത്? റസിയാടെ അടുത്ത് ഉണ്ടാവൂന്ന്. നീ എന്തിനാ ഊഹിക്കണ ഉണ്ടാവൂല? റസിയോട് ചോദിച്ചാൽ തരില്ല. നീ ഒന്ന് കൂടെ വരാൻ പറ്റുമോ? എടാ 2 ലക്ഷം ഉറുപ്പ്യാണ്, എങ്ങനെ ഇത് ചോദിക്കണേ? ആ ഒരു വാക്കല്ല, അവൻ നമ്മുടെ കൂടെപ്പിറപ്പല്ല. ഉണ്ടെങ്കിൽ കിട്ടിയാലാ ഇവിടെ നിന്ന് വ്യസനിക്കണ കാര്യത്തിന് ഒന്ന് ചോദിച്ചൂടെ? ഇനി എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാറുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നീ ഇവിടെ നിൽക്കുക, ഞാനെന്നേ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊണ്ടുവരട്ടെ. ചുരുക്കി പറഞ്ഞ 2 ലക്ഷം ഉറുപ്പ്യ ഇത് നാളെ കുറി കമ്പനിയിൽ കൊടുക്കണല്ലോ. വാസിട്ട് കൊടുക്കണം. ഇപ്പൊ കുറി കമ്പനിയിൽ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിലും അവിടുത്തെ മാനേജർ ഉണ്ട്, ഒരു അജിത്ത്, ഇതാ എന്റെ കൂട്ടുകാരനാണ്, അങ്ങനെ എടുത്ത് കൊടുത്താലും മതി. അതിപ്പോ നാളെയാണ് അവിടുത്തെ മീറ്റിംഗ്. നോട്ടീസായ കേസാണ്. അവര് പിന്നെ പമ്പരത്തേക്ക് ഇറക്കും. അതിനെന്തിനാ എന്നെ പമ്പരത്തേക്ക് ഇറക്കണ്? നിനക്ക് വേണ്ടി എടുത്തിട്ടുള്ള പൈസയാണ്. നിനക്ക് എപ്പോഴും കുറേശ്ശെ തന്നൂടെ പൈസ. എടാ ഇത് ഞാൻ എടുത്ത് ഉപയോഗിച്ചതൊന്നും അല്ലാന്ന്, ഞാൻ വെറുതെ തീ തിന്നാണ്. ഒന്നാമത്തെ അനക്ക് ഇങ്ങനെ ഓരോ കാര്യം ഉണ്ടാവും. ഈ ഒരു ഇന്റെ അടുത്ത് വന്ന ഞാൻ ഇപ്പൊ എവിടെ എടുത്ത് തരണേ? അല്ലാണ്ട് പിന്നെ ഞാൻ എവിടേക്ക് പോവും? ഒരു മനുഷ്യനോട് ചോദിച്ചാൽ 10 പൈസയും തരില്ല. അതെന്റെ ആ കൃത്യതയുടെ ഈ വാങ്ങിയപ്പോ തന്നെ തിരിച്ചു കൊടുക്കുമല്ലോ. ഒന്നാമത്തെ ഇട ചെങ്ങായി എങ്ങനെയും 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കിട്ട് ആ കായ് അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്? കൊടുക്കണ്ടെന്ന് വെച്ചിട്ടല്ല, 2 ലക്ഷം രൂപ എനിക്ക് മറ്റേ രമേശ് തരാനുണ്ട്. ഇപ്പൊ തരാന്നും പറഞ്ഞൊരു തിരിമറിക്ക് മേടിച്ചാണ്. അവനാണെങ്കിൽ ആ വിശ്വാസിൽ നിന്ന് ഒരു കുറി കിട്ടിയിട്ടുണ്ട്.
ആ കുറിക്കാശ് കിട്ടിയ അപ്പൊ തരാന്നാ പറയണത് എനിക്ക്. അത് കിട്ടിയാൽ ഞാൻ അവന് കൊടുക്കൂലേ? അപ്പൊ ഈ രമേശ് ഏത് കുറിയില്ല? ഈ കുറിയില്ല? ആ ഈ കൊടുക്കാനുള്ളത് ആ കുറി കമ്പനിയിലാണോ? അതേ ഇവന് വേണ്ടിട്ടുള്ള എടുത്ത പൈസ അല്ലേ? ഈ അജിത്ത് ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഒരു സഹായം ചെയ്താണ്. ഇപ്പൊ അവന് കൊടുത്തിട്ട് വേണം ഇവന് കിട്ടാൻ, ഇവന് കിട്ടിയിട്ട് വേണം എനിക്ക് കിട്ടാൻ. അല്ല, അപ്പൊ ഇവൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ രമേശിന് കൊടുക്കും. രമേശിന് കൊടുക്കും. ആ രമേശാണ് എനിക്ക് കാശ് തരാം. അതെ. അപ്പൊ എനിക്ക് കാശ് കിട്ടിയാ പിന്നെ കൊടുക്കാന്നാ പറഞ്ഞത്. ഞാൻ ഇവനെയും കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയി മേടിച്ചു കൊടുത്തോളാം. ഒരു കാര്യം ചെയ്യും. അതെ, എനിക്കിതിൽ പൈസയെ വേണ്ട, എനിക്ക് പൈസ ഇടപാടില്ല. ആ പൈസ നേരെ നീയാണ് മേടിച്ചോ. മനസ്സിലായി. ഞാൻ ഈ നൂലാമാല തീർത്ത് തന്നാ പോരെ? ഈ 2 ലക്ഷം ഉറുപ്പ്യ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയരാ. ഡിജിറ്റൽ ഇന്ത്യ എന്തൊക്കെയാണ് ഈ ഏടെ ചെങ്ങായി? ഈ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എനിക്ക്? ഈ കൊടുക്കാനുള്ളവരെയും മേടിക്കാനുള്ളവരൊക്കെ. അതിനെന്താ രമേശിനോടും അജിത്തിനോടും പറഞ്ഞ എന്റെ വീട്ടിൽ വരൂല അവര്? വരുമോ? അത് വരും. അത് ഇവരുടെ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അനക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരും. അപ്പൊ ഈ അതങ്ങോട്ട് കൊടുക്കുക. അപ്പൊ തന്നെ ആ കാശ് കിട്ടിയ രമേശിന് കൊടുക്കൂലേ? വിശ്വാസമില്ലാണ്ടാണ് നമ്മളാ. ആ വിശ്വാസത്തിന്റെയും അതിന്റെ അല്ലടോ ഈ കാര്യം. നൂലാമാല പകട് തീർത്ത് തന്നാ പോലെ. അതിനെ ഞാൻ അവരെ വിളിച്ച് വീട്ടിൽ വരുത്താൻ നിങ്ങൾ രണ്ടും കൂടി ആ പൈസ ആയിട്ട് പരീക്ക് വന്നിട്ടൊന്ന് സെറ്റ് ചെയ്തോ. ഇവൻ തന്ന ഉടനെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ കാശ് കിട്ടിയ അപ്പൊ തന്നെ ഇങ്ങോട്ട് തന്നോളേ. പറഞ്ഞില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ ശരിയാക്കി തന്നാ പോരെ? മതി. അതിനുള്ള വഴിന്റെ അത് ഉണ്ടാക്കി തരാം. നിങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാം. എങ്ങനെയുണ്ട്?